എഴുന്നേക്കുന്ന പോലെ ഇന്നും രാവിലെ എഴുന്നേക്കുന്ന ഒരു 7:30 എഴുന്നേറ്റിട്ടുണ്ട്. എഴുന്നേറ്റ് പോയി രാവിലെ പോയി കുളിക്കണമെന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ്. പക്ഷെ കണ്ണ് കുറയുന്നില്ല. എന്ന് വെച്ചാൽ ഇന്ന് പെരുന്നാളും കൂടിയാണ്, കടയിൽ പോകണം, നമുക്ക് അവധിയില്ലല്ലോ. അങ്ങനെ പോയി കുളിയൊക്കെ കഴിഞ്ഞു. കണ്ണാടിയുടെ മുമ്പിൽ വന്നു. ഞാൻ നോക്കിയപ്പം സൗന്ദര്യം കൂടി വരുന്നുണ്ടോ എന്നൊരു സംശയം. പിന്നെ നാട്ടുകാരെന്നെ സുന്ദര നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ സുന്ദരനാണ്. ഞാൻ പുതിയ യൂണിഫോമാണ് കിട്ടിയിട്ട് ഏതാണ്ട് 1 മാസം ആകാറായി. ഇത് പിന്നെ കലണ്ടർ ഇങ്ങനെ ഇൻഡു മാർക്കറ്റിന് വേറൊന്നുമല്ല. എൻ്റെ വൈഫ് നാട്ടിലില്ല, അവള് നാട്ടിൽ പോയിരിക്കുവാണ്. പോയ ഡേറ്റ് ഞാൻ ഇൻഡു മാർക്കറ്റ് വെച്ചിരിക്കുന്നതാണ്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പല്ല് കേൾക്കാൻ പോയത്. പല്ല് കേൾക്കാനായിട്ട് പോയി, പല്ലൊക്കെ തേച്ചു. അമ്മ അപ്പോൾ വിളിച്ചു, ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയി ഫുഡ് കഴിക്കാനായിട്ടിരുന്നപ്പം നല്ല പുട്ടും പയറും പപ്പടമൊക്കെ ഉണ്ടാക്കി അമ്മ കട്ടിലിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഞാനതെല്ലാം കഴിച്ചു നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോകുന്നത് നടന്നാണ്. ഞങ്ങൾ ഇവിടുന്ന് ഒരു 15 മിനിറ്റ് നടപ്പുണ്ട് കുറന്തോട് തൊട്ട്. അവിടുന്ന് അപ്പുറത്തെ തോട് ഇപ്പുറത്ത് കാടും നേരെ ഒരു ഇക്കയായിട്ട് കുറച്ച് സംസാരിച്ച് നേരെ ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പം വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. സാധാരണ അവിടെ സ്കൂൾ കുട്ടികളെല്ലാവരുമായിട്ട് ഇരിക്കും. പക്ഷേ ഇന്ന് പെരുന്നാളും കൂടെ ആയതുകൊണ്ട് സ്കൂൾ കുട്ടികളില്ല. പിന്നെ ചെക്കന്മാരുടെ ഒരു സ്റ്റൈല് പോക്കും കാര്യങ്ങളും, എന്താ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് അവർ പള്ളിയിൽ പോകുന്നൊരു തിരക്കും കാര്യങ്ങളും. പിന്നെ ഞാനൊന്ന് ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ ആണ് വിറ്റ് 4-5 പേരേ ഉള്ളൂ. ഞാനും കണ്ടക്ടർ ഉൾപ്പെടെ 5 പേരേ ഉള്ളൂ അതിനകത്ത്. പിന്നെ ആണെങ്കിൽ ഇന്ന് എനിക്കൊരു ബോറ് ദിവസമാണ്. കാരണം തലവേദനയും ആകെ മൊത്തം. വീട്ടിൽ പോയാലോ എന്നിങ്ങനെ ആലോചിച്ചു. പക്ഷേ വീട്ടിൽ പോയിട്ട് കാര്യമില്ല, പോയി കിടന്നുറങ്ങണം, അത് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഞാൻ തോട്ടപ്പള്ളി വന്ന് ഇറങ്ങി. താക്കോല് സുധേൻ്റെ നിന്ന് മേടിക്കണം, കട തുറക്കണം എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളായിരുന്നു. നേരെ സുധേൻ്റെ വീട്ടിലോട്ട് പോയി. പക്ഷേ ഇവിടെ പണിക്കാരെ ആരും കാണുന്നില്ല. പണിക്കാരെന്ന് വെച്ചാൽ ഇവിടെ തോട്ടപ്പള്ളി പാലത്തിൻ്റെ പണി കിടക്കുന്ന കൊണ്ട് ഇവിടെ കുറേ പണിക്കാരും ഹിന്ദിക്കാരും ഭായിമാരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ഇന്ന് പെരുന്നാളായ കാര്യം ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഈ പട്ടി ഭയങ്കര വിറ്റാണ്. പട്ടി ഈ ഗേറ്റിന് കിടന്നുള്ള ഷോ മാത്രമേ ഉള്ളൂ. ഇപ്പം പുറത്തിറങ്ങിയ വെറും പൂച്ചയാണ്. ഒന്ന് പോയി തരത്തി പോയി കളിക്കണം. പിന്നെ ഇതാണ് എൻ്റെ കട. ഒരു ചെറിയ കടമുറിയാണ്. കടമുറി എന്നല്ല, ചെറിയൊരു കടയാണ്. പക്ഷേ കടയിൽ വന്നു കഴിയുമ്പോൾ ഞാൻ പുറമൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇട്ടിട്ടേ കട തുറക്കത്തുള്ളൂ. പിന്നെ ഞങ്ങളുടെ കടയെന്ന് പറയുമ്പം ചെറിയൊരു കടമുറി ആയാലും ഒരു A to Z കാര്യം വരെ, ഞങ്ങളുടെ ഫോണിൻ്റെ A to Z കാര്യം സുധേണ്ണ അതിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. സുധേണ്ണ അതിനകത്തുണ്ട്. ഞങ്ങളുടെ കടയിൽ എല്ലാ സാധനവും ഉണ്ടാവും. പിന്നെ വെള്ളം എടുക്കാനായിട്ട് ഞാൻ സാധാരണ കണ്ണാടിൻ്റെ സൈഡിൽ തന്നെ ഒരു പൈപ്പുണ്ട്, കണ്ണാടി ഫിനാൻസിൻ്റെ സൈഡിൽ തന്നെ. അവിടെ നിന്നാണ് സാധാരണ വെള്ളവും കിണ്ടിയിൽ വിളക്ക് എത്തിക്കാനായിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പക്ഷെ ഇന്ന് അവർ താമസിച്ചാണ് തുറന്നത്. അതുകൊണ്ട് അവിടെ ഗേറ്റ് തുറന്നിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പം അപ്പുറത്തെ ബേക്കറി പോയി വെള്ളം എടുക്കണം. അപ്പോഴാണ് അനീഷൻ്റെ കണ്ടത്. അനീഷൻ്റെ കൂടെ ഒരു കുഞ്ഞു കൊച്ചുണ്ടായിരുന്നു. ചെറുക്കൻ വേറെ മൂടായിരുന്നു. പിന്നെ രാവിലെ കടന്നപ്പോൾ തന്നെ ഒരു EMI ഫോൺ പോയായിരുന്നു. EMI ആയിരുന്നു. പിന്നെ അത്യാവശ്യം രാവിലെ വന്ന് കിടന്നപ്പോൾ തന്നെ ശകലം തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സുധിയണ്ണും ബ്രൈത്തണ്ണും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്ത് വിട്ടത്. പിന്നെ രാവിലെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ വിചാരിച്ചു, ഇന്നെന്താ തിരക്കൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ആലോചന വന്നത്. ഇനി ഈ കടയിൽ നിന്ന് എന്ത് ചെയ്യണം ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു, ഇത് മൊത്തം കൂടെ ഒന്ന് അലങ്കോലമൊക്കെ ഇട്ട് നേരെ എടുത്ത് വെച്ചാലോ എന്ന് ഇങ്ങനെ ആലോചിച്ചു. എന്ന് വെച്ചാൽ ചാർജറും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പൊസിഷൻ മാറിയിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു വെച്ചിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഒരു ലെവലാക്കിയാലോ എന്ന് ആലോചിച്ചു. അപ്പോൾ സുധിയണ്ണാണെങ്കിൽ സുധിയണ്ണൻ്റെ പണിയിലോട്ട് പോയി. അങ്ങനെ ഞാൻ നേരത്തെ ആലോചന എല്ലാം കഴിഞ്ഞു. കണ്ണാടിലോട്ട് പോയി. കണ്ണാടിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പം ഇവർക്ക് എൻ്റെ ഫാൻസാണ് ഇവരെല്ലാം. പവിത്ര, ഇന്ദുചൂടൻ ഇന്നൊരു വ്യക്തിയല്ല, നീ കണ്ടോ? കണ്ണൂരിലെ ചേച്ചിമാർക്കെല്ലാം വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഞാൻ നേരെ ഞങ്ങളുടെ കടയിലോട്ട് വന്നപ്പോൾ മുകളിൽ എന്തോ സൗണ്ട്. അങ്ങനെ മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പം ഇതാണ് ധനീഷന് ഞങ്ങളുടെ ബിൽഡിങ്ങിന്റെ ഓണറാണ്. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ ഇത്തവണത്തെ ഇയറിലെ കണക്ക് വെക്കപ്പെടാം. നേരെ താഴോട്ട് ചെന്ന് ഞാൻ കടയിൽ കയറി കഴിഞ്ഞപ്പോൾ പ്രൈത്തണ്ണൻ തച്ചു പണിയാണ്. കാരണം പ്രൈത്തണ്ണൻ ഈ എഴുന്നേക്കാനുള്ള അവകാശമൊന്നുമില്ല. കാരണം ഫോൺ അഴിക്കുക അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇത് എന്ന് പറയുന്നത് അഭിലാഷൻ എന്ന് പറയുന്നതൊന്നും പറയാൻ പറ്റത്തില്ല.
ജീനിയസ് ആണ് മോനെ. കാരണം ഒരു തെങ്ങുകയറ്റക്കാരനും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും കൂടിയാണ്. ഒരു 2 ജോലി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ആളാണ്. പിന്നെ സുധിയണ്ണാണെങ്കിൽ ഒന്നും പറയണ്ട. സുധിയണ്ണൻ ബില്ലും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പം വന്ന് കുറേ റിട്ടേൺ സാധനം ഉണ്ടായിരുന്നു, അതെല്ലാം അടുക്കി പെറുക്കിയൊക്കെ വെക്കുന്ന ജോലിയാണ്. ഞാൻ മുകൾ ഭാഗം അനക്കുമ്പോൾ സുധിയണ്ണൻ താഴ്ഭാഗം അനക്കി. പിന്നെ ഞാൻ നേരെ പോകുന്ന ഒരു 1:30-2 മണിയൊക്കെ കഴിഞ്ഞപ്പം ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പ്രൈത്തൻ്റെ വീട്ടിൽ പോയി. പ്രൈത്തൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം കാഞ്ചുവിൻ്റെ പെങ്ങളും കൂടി ഇരുന്ന് TV കാണുന്നു. കാഞ്ചു ഫുഡ് കഴിക്കുന്നു. അപ്പം ഞാൻ കാഞ്ചുവിനോട് ചോദിച്ചു, മീനാക്ഷിയൊക്കെ പുറത്തു പോയെന്ന് പറഞ്ഞു. ഇതാണ് പ്രൈത്തൻ്റെ വീടാണിത്. പ്രൈത്തൻ്റെ 2 പിള്ളേരാണിത് കണ്ടത്. പിന്നെ ഞാൻ വരാൻ നേരത്ത് മീനാക്ഷിയൊക്കെ ചോറും കറികളൊക്കെ എടുത്ത് അങ്ങനെ വെച്ചേക്കും, ടേബിളിന് മുകളിൽ വെച്ചേക്കും. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചെമ്മീൻ കറിയും പിന്നെ ക്യാബേജ് പറഞ്ഞ ചെമ്മീൻ റോസ്റ്റും ഒക്കെ ആയിരുന്നു. ഫുഡും ഒക്കെ ആയിരുന്നു. നേരെ ഫുഡ് കഴിച്ച് നേരെ ചെല്ലുന്നത് കടയിലോട്ട്. കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സുധിയണ്ണൻ ഒരു ചേട്ടനായിട്ട് വധിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. വന്നൊന്നും പറയാനൊക്കെ ഇല്ല. ആ ചേട്ടൻ സുധിയണ്ണൻ എന്തോ ചോദിക്കുന്നു, സുധിയണ്ണൻ അങ്ങോട്ട് എന്തോ തിരിച്ചു പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നു. ചിരിയാണ്, സുധിയണ്ണൻ്റെ ചിരിയാണ് മെയിൻ. പിന്നെ ഇത് മനോഹരൻ മംഗളോദയം, ആളും നമ്മുടെ ഒരു ചെറിയ ഫാൻസാണ്. ഫാൻസൊന്നും പറയാൻ ഒക്കത്തില്ല, പ്രായ വ്യത്യാസമൊന്നുമില്ല, ആൾ ചെറുപ്പമാണ്. ഇന്നൊന്നും ഞാൻ പറയുന്നില്ല, ആൾക്ക് 40-45 വയസ്സുണ്ട്. 45 അല്ല 50 വയസ്സ് കാണും. ഇതെല്ലാം അടുക്കി വെച്ച സാധനങ്ങളാണ്. അടുക്കി വെച്ചതെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ അലങ്കോലമാക്കിയിട്ട സാധനം ഞാൻ പൊസിഷൻ അടുക്കി കറക്റ്റായിട്ട് വെച്ചേക്കും. പക്ഷേ കടയുടെ കാര്യം, കടയിലെല്ലാം ബ്രാൻഡ് ഐറ്റംസാണ് ഉള്ളത്. എല്ലാത്തിനും 1 ഇയർ 6 മാസത്തെ വാറൻറ്റി അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ്. ഫോണിൻ്റെ സകലമാന ഫോൺ നമ്മുടെ കയ്യിലുണ്ട്. EMI വിത്ത് അവൈലബിൾ ആണ്. എല്ലാത്തിനും 5000 രൂപയ്ക്ക് EMI അവൈലബിൾ ആണ്. സർവീസ് എല്ലാം പക്ക. സർവീസിൻ്റെ ജീനിയസ് ആണ് ഞങ്ങളുടെ കടയിലിരിക്കുന്ന പ്രൈത്തണ്ണൻ. ഞാൻ പുകഴ്ത്തി പറയുന്നൊന്നുമല്ല, ചില സാധനങ്ങൾക്ക് അങ്ങേര് കൈതൊട്ട ഓണായി വീഴും. പിന്നെ ഇവനൊരു ഗൾഫുകാരനാണ്. കമലാസനല്ലേ? കമലാസനൻ പേർഷ്യന്ന് വരുന്നേ. പിന്നെ ഇയണൻ നമ്മുടെ ഒരു ജിയോയുടെ ഒരു പ്രൊമോട്ടർ എന്ന് തന്നെ പറയാം. ഇയണം പോസ്റ്റ് വെരിഫിക്കേഷന് വരുന്നതാണ്, ഷോപ്പ് വിസിറ്റിങ്ങിന് വരുന്നത്. പക്ഷേ ഈണം വരാൻ നേരത്തെ 8 മണിയാവും. ഈയണ്ണോട് ചോദിക്കുമ്പോൾ ഈണം പറയും വേറെ പണിയൊന്നും ഇല്ലല്ലോടാ, അതുകൊണ്ട് വരുന്നതാന്ന് പറയുന്നത്. അങ്ങനെ പ്രൈത്തണ്ണും സുധേണ്ണും കൂടെ പുറത്ത് വൃത്തിയാക്കലായി. അകത്തെല്ലാം വൃത്തിയാക്കൽ കഴിഞ്ഞപ്പോൾ പുറത്തുള്ള വൃത്തി സ്ത്രീധനമായിട്ട് എനിക്ക് ഈ സ്ഥാപനം വേണ്ടത്. പണിയെടുക്കാത്തൊരു പണിക്കാരനും വേണ്ടാത്ത പണിയെടുത്ത് ഷോക്കടിക്കാൻ ഞാനും. സുധേണ്ണനാണെങ്കിൽ പിന്നെയും പിന്നെ പണിയെല്ലാം ഏകദേശം ഒതുങ്ങി കഴിഞ്ഞാൽ ഇപ്പം കണക്കും കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ തന്നെ കൂട്ടിയെല്ലാം വെച്ച് കഴിഞ്ഞപ്പം സുധേണ്ണൻ പറഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞു. സാധാരണ ഞാൻ കടയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ 9:30 കഴിയും. പക്ഷേ ഇന്നിറങ്ങിയത് 10:30 കഴിഞ്ഞപ്പോഴാണ്. പെരുന്നാളായിട്ട് ഞാൻ 10:30 കഴിഞ്ഞപ്പോഴാണ് കടയിൽ നിന്ന് ഇറങ്ങിയത്. ഞാനെന്നല്ല ഞങ്ങൾ. അപ്പോൾ സുധേണ്ണൻ പറഞ്ഞു എന്തായാലും കടയെല്ലാം ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടാക്കടാന്ന് പറഞ്ഞു. അങ്ങനെ കടയെല്ലാം ക്ലോസ് ചെയ്തു, ലൈറ്റ് ഓഫാക്കി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോകാനായിട്ട് തയ്യാറെടുക്കുന്നു. വീട്ടിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഫുഡ് മേടിച്ച് തരണം, എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സുധേണ്ണൻ ഉടനെ കാറെടുത്തു, ഒരു പാട്ടിട്ടു. ചെറിയൊരു കഫേ കയറി. ഒരുപാട് കടയിൽ കയറിയിട്ട് ഫുഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ചെറിയൊരു കഫേ കയറി കഴിഞ്ഞപ്പം വൈബ് എന്ന് പറയുന്നൊരു കഫേ കയറി 3 ബർഗറും മേടിച്ചു. ഞങ്ങളത് ചിരിച്ചുകൊണ്ട് കഴിച്ചു. ബർഗർ മാത്രമേ ഉള്ളായിരുന്നു അവിടെ. കുറേ കഴിഞ്ഞപ്പോൾ വേറൊരുത്തനുണ്ടായിരുന്നു, പക്ഷെ അവനെ ഈ വീഡിയോ കാണിക്കണമെന്ന് പറഞ്ഞാൽ അവനെ കാണിക്കുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.